കർഷകർക്ക് കൃഷിയിലൂടെ മെച്ചപ്പെട്ട വരുമാനം നേടാനാകാതെ വരുന്നുണ്ടോ? ഉണ്ടെങ്കിൽ എന്തൊക്കെയാണ് അതിനുള്ള കാരണങ്ങൾ? ഉൽപാദന വർധനവിന് സഹായകമായ ആധുനിക സാങ്കേതിക വിദ്യകൾ എന്തൊക്കെയാണ്? കാർഷിക രംഗത്തെ പുതിയ തൊഴിലവസരങ്ങൾ എന്തെല്ലാമാണ്? അങ്കമാലിയിലെ കർഷകർക്കിടയിൽ പഠനങ്ങൾ നടത്തി ഈ ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്താൻ ശ്രമിക്കുകയാണ് അങ്കമാലി BRCയിലെ 13 സ്കൂളുകളിൽ നിന്നുമുള്ള 39 കുട്ടി ഗവേഷകർ. അധ്യാപകരുടെ മെന്റർഷിപ്പോടുകൂടിയും ചാലക്കുടി അഗ്രോണമിക് റിസർച്ച് സ്റ്റേഷന്റെ സഹകരണത്തോടെയും പൂർത്തീകരിച്ചിരിക്കുന്ന ഈ ഗവേഷണ പ്രൊജക്ടിന്റെ കണ്ടെത്തലുകൾ എന്തൊക്കെയെന്ന് നമുക്ക് നോക്കിയാലോ? കൃഷി, നൂതന സമീപനങ്ങളും യുവതലമുറയും എന്ന വിഷയത്തെ അധികരിച്ച് നടത്തിയ പഠനത്തെ നമുക്ക് മുന്നിൽ അവതരിപ്പിക്കാൻ എത്തിയിരിക്കുകയാണ് GHSS ചെങ്ങമ്മനാട് സ്കൂളിലെ 8ാം ക്ലാസ് വിദ്യാർത്ഥികളായ ഗൗരി ഗോപൻ, ഗൗരി തീർത്ഥ എന്നീ കുട്ടി ഗവേഷകർ. മാത്രമാണോ അവിടെ ഉള്ളത്? അല്ല, ഇതിനിടയിൽ എന്താ ഈ കർഷകന് കാര്യം? അല്ല, തനിക്കെന്താടോ പറ്റിയത്? തന്റെ മുഖത്ത് എന്താടോ ഒരു പരിഭ്രമോ വിഷമോ എന്തോ ഉണ്ടല്ലോ? എന്താന്ന് വെച്ചാൽ പറഞ്ഞോളൂ. എന്റെ ചാക്കാര്, എനിക്ക് കുറച്ച് വിഷമങ്ങളും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടെന്ന്. ഹൈ, ആ നല്ല കഥയായാലോ. അതിരിക്കട്ടെ, ഈ കാണുന്ന ഞങ്ങളുടെ ഒക്കെ അന്നദാതാവല്ലേടോ താൻ? തനിക്കെന്താ എത്ര വിഷമം? അതൊന്ന് കേട്ടിട്ട് തന്നെ കാര്യം. അന്നദാതാവ് പിന്നെ കേൾക്കാൻ കൊള്ളാം. എന്തായാലും ഇപ്പോഴത്തെ അവസ്ഥയൊക്കെ മാറിക്കൊണ്ടിരിക്കല്ലേ. ആർക്കും ഇപ്പൊ കൃഷിയിൽ താല്പര്യം? മണ്ണിലിറങ്ങും ഇപ്പോഴത്തെ പിള്ളേര്. മണ്ണപ്പം പോലും ചുട്ടളിക്കാത്ത തലമുറയാ. അപ്പോഴവര് മണ്ണിലിറങ്ങി കൃഷിപ്പണി എടുക്കാൻ പോണത്. താൻ പറയുന്നൊരു കാര്യമുണ്ടോ? പക്ഷേ ഈ കുട്ടികളെ മാത്രം പറഞ്ഞിട്ട് കാര്യമില്ല, അവർ രക്ഷാകർത്താവും കൂടി വിചാരിക്കണ്ടേ? ഐ, സാറ് പറഞ്ഞാട്ടെ, സാറിന്റെ കുട്ടീനാണെങ്കിൽ സാറ് കൃഷിപ്പണിക്ക് വിടോ? ഇല്ലേ? ബുദ്ധിമുട്ടാണോ? ആ, ഭൂരിഭാഗം പേര് അതന്നെ പറയാ. കാരണം എന്താ? പിള്ളേർക്ക് ആർക്കും കൃഷിയോട് താല്പര്യമില്ല. അതെങ്ങനെയാ? വെള്ള കുപ്പായോ, കഴുത്തിലൊക്കെ ഒരു കുരുക്കും, കയ്യിൽ ഐഫോണും ഐപാഡൊക്കെ പിടിച്ചിട്ട് ഇങ്ങനെ ഗമയോടെ പത്രാസോടെ പ്രൗഢിയോടെ ഒക്കെ ഇങ്ങനെ നടക്കുമ്പോഴുള്ള ഒരു ഇതുണ്ടല്ലോ, അത് ഈ കൃഷിക്കാരനായി കഴിഞ്ഞാൽ ഉണ്ടാവോ? അല്ല, ഞാനിങ്ങനെ വാചം അടിച്ചിട്ട് എന്താ കാര്യമുണ്ട്? ഇയാൾക്ക് പറയാനുള്ളത് കേൾക്കണ്ടേ? അവിടെ പറഞ്ഞോളൂ. അതില്ല ചാക്കാര്, ഞാൻ എൻ്റെ അറിവും പരിചയമൊക്കെ വെച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കി എടുത്തിട്ടുണ്ട്. എന്തൊക്കെയാണോ? താൻ പറഞ്ഞോളൂ, ഞാനുണ്ട് കൂടെ. അല്ല, ഈ കാണുന്നവരെല്ലാരും ഉണ്ടല്ലോ തൻ്റെ കൂടെ. പറഞ്ഞോളൂ. അതില്ലേ ചാക്കാര്, കഴിഞ്ഞ ദിവസം BRCന്ന് കുറച്ച് കുട്ടികൾ വന്നിട്ടേ ഒരു സർവേ നടത്തി. ഞാൻ എന്താ അവരുടെ അടുത്ത് സംഭവം എന്ന് ചോദിച്ചപ്പോൾ അവര് പറയാ അവര് കുട്ടി ഗവേഷകരാണെന്ന്, അതിന്റെ പ്രൊജക്ടിന്റെ ഭാഗമായിട്ട് സർവേ എടുക്കാൻ വന്നാണെന്ന്. എന്തായി കേക്കണേ? ഈ പ്രായത്തിൽ ഗവേഷണോ? ഹൈ, നല്ല കഥയായല്ലോ. ആട്ടെ, എന്തൊക്കെയാണോ അവരുടെ പ്രോജക്റ്റ് ലക്ഷ്യങ്ങൾ? അവരുടെ പ്രൊജക്ട് ലക്ഷ്യങ്ങളോ? കർഷകരുടെ പ്രശ്നങ്ങളെ തിരിച്ചറിയുക, അതിനുള്ള നൂതന പരിഹാരങ്ങൾ പരിചയപ്പെടുത്തുക, പിന്നെ ഈ വളം, കീടനാശിനി എന്നിവ ഉപയോഗിക്കുന്നതിൻ്റെ ശാസ്ത്രീയ രീതി അഭ്യസിപ്പിക്കുക, പിന്നെ ജലസേചനത്തിൻ്റെ നൂതന രീതികൾ പരിചയപ്പെടുത്തുക, യുവതലമുറയെ കൃഷിയിലേക്ക് ആകർഷിപ്പിക്കുക എന്നതൊക്കെയാണ് അവരുടെ ലക്ഷ്യങ്ങൾ. പിന്നെന്താണ്, അവർ ഈ സമകാലിക കാർഷിക സമൂഹത്തിന്റെ പ്രശ്നങ്ങളൊക്കെ ഒരു വിലയിരുത്തിയിട്ടുണ്ട്. എന്നിട്ട് അവരതിന്റെ പരിഹാരങ്ങളും പോരായ്മകളൊക്കെ കണ്ടുപിടിച്ചിട്ടുണ്ട്. അതെല്ലാം ഞാനിവിടെ പറയാം. പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, യുവതലമുറ ആകർഷിക്കുന്ന പല കാര്യങ്ങളും അവരിലും ഉണ്ടത്രേ. ഓ, എന്തൊക്കെയാണോ അത്? അതൊക്കെ എന്തെന്നാൽ പഴയ ഞാൻ പറയാം. പിന്നെ അവർ ഇതൊക്കെ അന്വേഷിച്ച് കണ്ടെത്താനായി ആ പഞ്ചായത്ത് മുഴുവൻ എന്തായാലും അരിച്ച് പറക്കിയിട്ടുണ്ട്. കാരണം അത്ര പേരുത്ത് കർഷകരൊക്കെ അവർ കണ്ടുപിടിച്ച് വെച്ചേക്കണേ. ഇപ്പൊ എവിടെന്നാ കർഷകര്? കുറച്ച് കർഷകരൊക്കെ അല്ലേ ഉള്ളൂ. അത് ശരിയാടോ. അതിലവർ 20 കർഷകരെയാണ് സർവേ എടുത്തത്. പിന്നെ അവര് അതിന്റെ കൂട്ടത്തില് 2 കുട്ടി കർഷക പരിസരത്തുണ്ടെന്നേ, അതെനിക്ക് പരിചയപ്പെടുത്തി തന്നു. ഒരാളുടെ പേര് ആശാരിത, 9ാം ക്ലാസ്സിലേ ആയിട്ടുള്ളൂ. ഇപ്പൊ തന്നെ കൂൺ കൃഷി തുടങ്ങി വീട്ടിലേക്ക് വരുമാനം ഉണ്ടാക്കി കൊടുക്കണമെന്നേ. പിന്നെ അതുപോലെ തന്നെ സായി കൃഷ്ണ, അവന് 9ാം ക്ലാസ്സിലായിട്ടുള്ളൂ. വീടിന് ചുറ്റുമാണ് കൃഷിയെങ്കിലും സ്ഥലം പരിമിതി ഒരു പരിമിതിയേ അല്ലാത്ത രീതിയിലാണ് അവന്റെ കൃഷി. അത്ര വലിയ കൃഷിയാന്നേ. ഹൈ, വേഷായിട്ടുണ്ടല്ലോ. പിന്നെ അവരെന്തോ ചോദ്യാവലിയൊക്കെ തയ്യാറാക്കിക്കൊണ്ടാ സർവേ എടുക്കാൻ വന്നായിരുന്നേ. പിന്നെ ഞങ്ങളുടെ പ്രശ്നങ്ങളൊക്കെ അവർ ഞങ്ങളുടെ കൂടെ ഒന്ന് ചർച്ച ചെയ്തായിരുന്നു. പിന്നെ അവർ പറഞ്ഞ കാര്യങ്ങളൊക്കെ എല്ലാവർക്കും വ്യക്തമാവാൻ വേണ്ടി ഞാൻ ചാർട്ടുകളാക്കി ഇവിടെ കാണിക്കാം.
ആട്ടെ, എന്തൊക്കെയാണോ ഇത്? ചാക്യാരെന്നെ ചാർത്ത് പിടിക്കാൻ സഹായിക്കാമോ? എന്ത് ചെയ്യാനാ, ചാക്യാർക്ക് വരെ പണിയേ. ഇതില്ല ചാക്യാരെ. അതുപോലെ നിങ്ങൾ എല്ലാവരും ശ്രദ്ധിക്കണേ, ഇത് അവർ നടത്തിയ പഠനത്തില് കൃഷിക്കാർ ചെയ്യുന്ന കൃഷിയിടത്തിന്റെ അളവാണ്. ഇതിൽ അവർ കണ്ടുപിടിച്ചാൽ ഏറ്റവും കൂടുതലുള്ളത് പച്ചക്കറി കൃഷി ചെയ്യുന്നവരാണത്രേ. അതാണ് ഈ വലിയ കട്ട. അതിന് തൊട്ട് താഴെ നിൽക്കുന്നത് വാഴക്കൃഷി ചെയ്യുന്നവരെയാണ്. ഇത് രണ്ടുമാണ് അവർ കണ്ടുപിടിച്ചാൽ വെച്ച് ഏറ്റവും കൂടുതലായിട്ടുള്ളത്. പിന്നെ ചാക്യാരിപ്പോ വിചാരിച്ചിട്ടുണ്ടാവൂലേ ഈ 3 കുഞ്ഞു കട്ടകൾ എന്താന്ന്? എന്താടോ? അത് കൂണ്, തെങ്ങ്, അടയ്ക്ക. കൂൺ കൃഷി ഇപ്പോഴത്തെ നൂതന കൃഷിയാണല്ലോ. അത് പിന്നെ കുറഞ്ഞെന്ന് വെച്ചാൽ ഒരു പ്രശ്നവുമില്ല. അല്ല, ഈ തെങ്ങും അടുക്കൊക്കെ എന്തൊക്കെ പറ്റി? എന്തായി കേക്കണേ? കേരങ്ങൾ തിങ്ങി നിറഞ്ഞ ഈ കേരള നാട്ടിൽ തെങ്ങ് കൃഷി നിലക്കേ വിചാരിക്കാൻ പറ്റാത്ത കാര്യാ. അല്ല, ഇപ്പം എന്താ ചെയ്യാ? അതുപോലത്തെ അവസ്ഥയല്ലേ. തേങ്ങയ്ക്കപ്പം എന്താ വില? തെങ്ങിനില്ലേ വില? അപ്പോ ഈ തേങ്ങയൊക്കെ സ്വർണത്തിന്റെ പിറകെയല്ലേ പോയിക്കൊണ്ടിരിക്കുന്നത്. ഉരുണ്ടുണ്ടല്ലോ പോണത്. പിന്നെ എങ്ങനെയാ? ഇനി എന്താണാവോ ബാക്കി കാര്യങ്ങള്? ഇത് എത്ര എണ്ണം ഉണ്ടോ? കൊറേ ഉണ്ടല്ലോ. ഇതും കൂടി ഉണ്ടാവുള്ളൂ. ഇത് അവര് നേരിടുന്ന ബുദ്ധിമുട്ടുകളെ ഒരു ചാർട്ടാക്കിയതാണ്. ചാക്യാർക്ക് ഈ വട്ടം കണ്ടിട്ട് വല്ല മനസ്സിലായാ? എന്തിനാടോ? വല്ല വട്ടം വട്ടം നാരം കളിക്കാനാണോ? അല്ല, ഇതിന്റെ പേരാണ് പൈച്ചാട്ട്. പൈച്ചാട്ടോ? നോമിന് മനസ്സിലായില്ല, ഒന്നും കൂടി പറഞ്ഞോളൂ. പൈച്ചാട്ട് എന്ന് വെച്ചാൽ ഇപ്പോഴത്തെ പിള്ളേരെ പഠന രീതികളൊക്കെയാണിത്. നമുക്ക് എളുപ്പത്തിൽ വ്യക്തമായി മനസ്സിലാക്കാൻ ഈ പൈച്ചാട്ട് സഹായിക്കുന്ന അവർ പറഞ്ഞ്. ഓ, ഇതിൽ കൊടുത്തിരിക്കുന്നതേ കർഷകർ നേരിടുന്ന ബുദ്ധിമുട്ടുള്ള പ്രധാനപ്പെട്ട 3 എണ്ണമാണ്. എന്തൊക്കെയാടോ അത്? കീടങ്ങളുടെ ഉപദ്രവം, അത് പിന്നെ ചാക്യാർക്ക് അറിയാലോ. കീടങ്ങളോ? ഇത്ര പേർക്ക് കീടങ്ങൾ എങ്ങനെ വന്നത്? കീടങ്ങളായിട്ട് എന്തൊക്കെയാ ഉള്ളേ? ചാക്യാർക്ക് തന്നെ അറിയാലോ. ഈ തെങ്ങിൽ കൊമ്പൻ ചില്ലി എന്ന് പറഞ്ഞ സംഭവങ്ങളൊക്കെ ഇല്ലേ? കൊമ്പൻ ചില്ലി. അതൊക്കെ ഈ കൊമ്പൻ ചില്ലി കാരണ തെങ്ങുകളെല്ലാം മറിഞ്ഞു വീണോണ്ടിരിക്കുന്നത്. മെയിൻ കാരണം അതാ. ബാക്കി പറഞ്ഞോളൂ. പിന്നെ ഈ കാണുന്ന ഈ ഒരു ഭാഗമില്ലേ, എന്താ അത്? ഈ കരിനീല ഭാഗം, അത് കാലാവസ്ഥ മാറ്റമാണ്. അതൊരു ബുദ്ധിമുട്ടാണെന്ന് എല്ലാവർക്കും അറിയാലോ. കാലാവസ്ഥ ഇപ്പൊ എന്താ കാലാവസ്ഥ അല്ലേ? വെയില് മഴ, മഴ വരുമ്പോ വെയില്. എന്താ മാങ്ങാപറി ചെന്നിക്കുത്ത് എന്ന് പറഞ്ഞാണിക്കണ. ബാക്കി പറഞ്ഞോളൂ. പിന്നെ ചെറിയ ഭാഗമില്ലേ, അത് രോഗങ്ങളാണത്രേ. രോഗങ്ങളോ? ഇത്ര പേർക്ക് രോഗങ്ങൾ എന്താ ഉള്ളേ? ചാക്കർ ചിലപ്പോ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ഈ ചെടികളുടെ താഴേക്ക് ഒരു മാറാല പോലത്തെ ഒരു കുഞ്ഞു പൂടാ. ആ ചെലന്തി വല അല്ലടോ. ചെലന്തികൾക്ക് ഈ നാട്ടില് ജീവിക്കണ്ടേ? അല്ലെന്നേ, അത് ചിലപ്പോ ഒരു ഫംഗസ് ആയിരിക്കും. ഫംഗസോ? എന്താ അത്? അതൊരു തരം രോഗമാണെന്നാ പറഞ്ഞ കേട്ടെ. ഓ, വേറെ എന്തൊക്കെയാടോ ഇനിയിപ്പോ വേറെ ഒന്നുമില്ല. അവര് പിന്നെ ഈ കാര്യങ്ങളൊക്കെ ചെയ്ത് നല്ല അടുക്കും ചിട്ടയോടെയാണ്. പിന്നെ അവര് നടത്തിയ പഠനത്തില് 45% സ്ത്രീകളും 45% പുരുഷന്മാരും പിന്നെ 10% ഉള്ളൂ കുട്ടി കർഷകര്. എന്തായാലും ആർക്കെല്ലാവർക്കും നെൽകൃഷി നടത്തണമെന്ന് ആഗ്രഹം ഉണ്ട്. പക്ഷേ ഈ പണിക്കൂലി ഇപ്പൊ ആകാശത്തല്ലേ നിക്കണേ. ശരിയാടോ. പണ്ടൊക്കെ അധ്വാനത്തിനനുസരിച്ച് വരുമാനം ഉണ്ടായിരുന്നു. പണ്ടൊക്കെ 1 പറ 2 പറ നെല്ലൊക്കെയാ കൂടുതൽ ഇട്ടിക്കൊണ്ടിരുന്നേ. ഇപ്പൊ എന്താ? അതിനനുസരിച്ച് പണിയെടുത്താലും എന്താ പൈസ ഇല്ല. എന്താണോ ഇനി ബാക്കി? പിന്നെന്താ, ഇതാണ് അവര് ഉള്ള ബുദ്ധിമുട്ട്. പിന്നെ ചാക്യാർക്ക് അറിയാലോ, ഈ കൃഷി രംഗത്ത് വരുന്ന പ്രശ്നങ്ങളൊക്കെ വളരെ കുഴപ്പിക്കുന്നതാണെന്ന്. അറിയാടോ, കൊറേ പ്രശ്നങ്ങളുണ്ട്. ഏതാണോ അവന് പുതിയ പ്രശ്നം? ഇതിൽ പ്രധാനപ്പെട്ടാണ് നേരത്തെ പറഞ്ഞ പോലെ തന്നെ കാലാവസ്ഥ മാറ്റം, കീടങ്ങളുടെ ഉപദ്രവം, രോഗങ്ങൾ എന്നിവ 3 ഇതിനകത്തുണ്ട്. പിന്നെ ഉള്ളതെന്ന് വെച്ചാൽ അനുയോജ്യമല്ലാത്ത മണ്ണ്. എന്താടോ ഇത് കേക്കണേ? അനുയോജ്യമല്ലാത്ത മണ്ണോ? പണ്ടത്തെ മണ്ണൊക്കെ വളരെ നല്ല മണ്ണായിരുന്നു. എന്ത് വേണമെങ്കിലും നട്ടാലും പെട്ടെന്ന് പിടിച്ചോളും. ഇപ്പത്തെ മണ്ണ് എങ്ങനെയാ? ഒന്നും നട്ടാലും പിടിക്കത്തില്ല, അവിടെ കിടന്ന് പോവുള്ളൂ. എങ്ങനെ പൊല്യൂഷനും കാര്യങ്ങളൊക്കെ അല്ലേ, അതൊക്കെയാണ് മണ്ണിന്. പിന്നെ ഒരെണ്ണം, ഈ നല്ല ഗുണമുള്ള വിത്തിൻ്റെയൊക്കെ ഒരു അഭാവം ഇല്ലേ, അതൊക്കെ ഇതിനൊരു പ്രശ്നമാണ്. പിന്നെ പ്രധാനപ്പെട്ട ഒരെണ്ണം, നമ്മൾ ഈ പണി ചെയ്യുന്നതനുസരിച്ച് ഫലവും ലഭിക്കലാന്നേ. അത് ശരിയാ, ഫലം ലഭിക്കില്ല. എങ്ങനെയാ? ഇതൊക്കെ മര്യാദ നന്നാലല്ലേ ഫലം കിട്ടുള്ളൂ. ഇടയ്ക്ക് ഓരോന്ന് വന്നിട്ട് പോവാ. അതെ, ഇതൊക്കെ കാരണം ഉണ്ടാകുന്നുണ്ട് യുവതലമുറ കൃഷിയിലേക്ക് വരാത്ത. അല്ല, ഞാൻ ആലോചിക്കാരെ, ഇവർക്കൊക്കെ ഈ നൂതന രീതികളൊന്ന് ശ്രമിച്ചു നോക്കിക്കൂടെ? ആ കുട്ടികൾ അങ്ങനെയൊക്കെയാണ് പറഞ്ഞിരുന്നേ. ആട്ടെ, എന്തൊക്കെയാണോ അവര് പറഞ്ഞ നൂതന രീതികൾ? ഹൈഡ്രോപോണിക്സ്, എയറോപോണിക്സ്, നിർത്ത. എന്തൊക്കെയാണോ കേക്കണേ? നോമിന് മനസ്സിലാവുള്ളതെന്ന് മനസ്സിലായില്ലേ? ഒന്ന് വ്യക്തമാകാൻ വേണ്ടി ഞാൻ വിശദീകരിച്ച് പറയാം.
ഹൈഡ്രോപോണിക്സ് എന്നാൽ ഒരു മണ്ണില്ലാത്ത കൃഷിരീതിയാണ്. പോഷക ലായനിയിൽ ചെടിയിട്ട് വളർത്തുന്നതാണ് ഹൈഡ്രോപോണിക്സ്. അതുപോലെ തന്നെ എയറോപോണിക്സ്, ഇതിന് മണ്ണും ആവശ്യമില്ല, ജലവും ആവശ്യമില്ല. ഇത് വായുവിൽ തങ്ങി നിർത്തിക്കുന്ന ചെടികളുടെ വേരിൽ ഒരു പോഷക ലായനി സ്പ്രേ ചെയ്ത് കൊടുത്താണ് ചെടികൾ വളർത്തുന്നത്. ഇവ രണ്ടും മണ്ണില്ലാത്ത രീതികളാണ്. എന്താടോ ഈ കേക്കണേ, മണ്ണില്ലാത്ത കൃഷി രീതിയാ? ഐ, ഒരു കാര്യത്തിൽ നന്നായി. കാരണം എന്താ, മണ്ണിലിറങ്ങോ ഇപ്പത്തെ പിള്ളേര് അല്ലേ? മണ്ണിലിറങ്ങാത്ത പിള്ളേരാ ഫോണിൽ നേരത്തെ തോണ്ടിക്കൊണ്ടിരിക്കല്ലേ? ഐ, എല്ലാരും ഉണ്ട്, ഒരാളല്ല. ആ, അതൊക്കെ ആയോണ്ട് എങ്ങനെയാ അല്ലേ? അതെ. പിന്നെ ഇതിനുള്ള വെർട്ടിക്കൽ ഫാമിംഗ്, ഇത് സ്ഥലപരിമിതിയുള്ള വീട്ടിലൊക്കെ ഉപയോഗിക്കാവുന്ന ഒരു മെത്തേഡാണ് കേട്ടോ. ഇത് ചെരിച്ച് നിർത്തിക്കുന്ന ഒരു ഫ്രെയിമിൽ തട്ടായിട്ട് കൃഷി ചെയ്യുന്നതിന് വെർട്ടിക്കൽ ഫാമിംഗ് എന്ന് പറയണേ. പിന്നെ തുള്ളി നന, ചിലപ്പോൾ ചാക്കേരി കേട്ടിട്ടുണ്ടാവും ഇല്ലേ? ഇല്ല. ഇതെന്നു വെച്ചാൽ ചെടികളുടെ കടയ്ക്കായിട്ട് ഇത്തിരീച്ച വെള്ളം തുള്ളിയായി കൃത്യമായ അളവിൽ കൊടുക്കുന്നതാണ് തുള്ളി നന എന്ന് പറയുന്നത്. ഓ, ഇത് മണ്ണിന് എപ്പോഴും ഒരു ഈർപ്പം നിലനിർത്താൻ സഹായിക്കുന്നതാണ്. അതുപോലെ തന്നെ വിക്ക് ഇറിഗേഷൻ. പിന്നെ ഒരു ഐറ്റം ഇല്ലേ, സ്പ്രിംഗ്ലർ, അത് കേട്ടിട്ടുണ്ടാവോ? എന്താ സ്പ്രിംഗിൾ എന്ന് വെച്ചാൽ ഇതൊക്കെ സാധാരണ മൈതാനത്താണ് ഉപയോഗിക്കാറ്. ഇങ്ങനെ ഒരു വട്ടത്തിൽ കറങ്ങുന്ന ഒരു സംഭവം. ആ, മഴ പോലെ തന്നെ വട്ടത്തിൽ കറങ്ങി ലാസ്റ്റ് നമ്മളും തലകറങ്ങും. ആ, അത് തന്നെയാണ് സ്പ്രിംഗ്ലർ സിസ്റ്റം. ഇതാ കുട്ടികളുടെ സ്കൂളിലൊക്കെ വെച്ചിട്ടുണ്ടെന്ന് ഞാൻ കേട്ടെ. ഓ, നന്നായിരിക്കണോ. ഇനി എന്താണാവോ? പിന്നെ ഒരെണ്ണം കൂടി ഉണ്ട്, ഗ്രീൻ ഹൗസ്. ഇതൊരു പ്രധാനപ്പെട്ട സംഭവമാണ്. ഇത് ഉപയോഗിച്ച് ഈ മഴ നമുക്ക് തടഞ്ഞു നിർത്താന്നേ. മഴ കൊള്ളില്ല, ആവശ്യത്തിന് നല്ല വെയിലും കിട്ടും ചെടികൾക്ക്. ഇതൊക്കെയാണ് പ്രശ്നങ്ങൾ. പക്ഷേ ഇത്രയും കാര്യങ്ങൾ നല്ല നല്ല കാര്യങ്ങളല്ലേ? എന്നിട്ട് എന്താടോ ഈ കാർഷിക രംഗത്തെ ഇത്ര വലിയ പ്രശ്നങ്ങള്? അതെങ്ങനെ ചാക്യാരെ, ഇതൊക്കെ സാധാരണക്കാരിലെത്താൻ വേണ്ടി ഒരു മാർഗം വേണ്ടേ? അല്ല, ആവശ്യമുള്ളതിനും ആവശ്യമില്ലാത്തതിനും ഹെക്കത്തിനും ഓരോ പരസ്യങ്ങളില്ലേ? അപ്പൊ ഈ കൃഷിയിലെ നൂതന രീതികൾക്കും പരസ്യം ആയിക്കൂടെ? ആ, എങ്കിൽ നമ്മൾ രണ്ടുപേരും തമ്മിലുള്ള ഈ രഹസ്യം ഈ ചാക്യാരെ നിങ്ങൾ പരസ്യമാക്കിയേക്കാം. എന്തേ? അന്ന് ചാക്യാർക്ക് സഹായിക്കാൻ വേണ്ടിട്ടേ ഞാനൊരു മോഡലിനെ കൊണ്ടുവരാം. മോഡലിനൊക്കെ കൊണ്ടുവന്നിട്ട് എന്താണാവോ എന്തോ. ആദ്യമായിട്ടാ ഒരു സുന്ദരി പെൺകുട്ടിയുടെ ഒക്കെ കൂടെയുള്ള ആദ്യത്തെ പരസ്യ. എന്താവോ എന്തോ. ഇതെന്താണോ ഇത്? മോഡലിനെ കൊണ്ടുവരാന്ന് പറഞ്ഞപ്പോ കാണിച്ചത് കോലം കണ്ടില്ലേ? താ മോഡലിനെ കൊണ്ടുവന്ന് പറഞ്ഞപ്പോ ഞാനൊന്ന് വല്ലാതെ പ്രതീക്ഷിച്ചു പോയി. എന്ത് ചെയ്യാ, പോയല്ലോ. ചാക്യാരി, ഇതാണ് ഞാൻ പറഞ്ഞ മോഡൽ കേട്ടോ. ഇതാ കുട്ടികൾ എനിക്ക് തന്നതാണ്. എന്താടോ കൊറേ ചെടി ചാണൊക്കെ ഉണ്ടല്ലോ, എന്താ അത്? ഇത് ഞാൻ നേരത്തെ പറഞ്ഞ നൂതന രീതികളൊക്കെ ഇല്ലേ? ഓ, അതാണല്ലോ ഇത്. എല്ലാം കൂടി കൂട്ടിക്കലർത്തിയ കുട്ടികളുടെ ഐഡിയ ആണിത്. ഓ, തനിക്ക് എല്ലാം അപ്പൊ അവര് അങ്ങോട്ട് തന്നു വിട്ടൂല്ലേ? അതെ. ഇതിനകത്ത് എന്തൊക്കെയുണ്ടെന്ന് ചാക്യാർ കണ്ടിട്ട് വല്ല മനസ്സിലാവുന്നുണ്ടോ? ഇല്ല. ഇതില് ഗ്രീൻ ഹൗസ് ഉണ്ട്, പിന്നെ ഒരു ഫിഷ് ടാങ്ക് ഉണ്ട്, അതുപോലെ തന്നെ ഗ്രോ ബാഗ്സ് വളർത്തുന്ന ചെടികളുണ്ട്, പിന്നെ എയറോപോണിക്സ് ഉണ്ട്, ഒരു ജല സംഭരണി ഉണ്ട്, പിന്നെ ഹൈഡ്രോപോണിക്സ്, വെർട്ടിക്കൽ ഫാമിംഗ് എന്നതും ഇതിനകത്തുണ്ട്. ഇതൊരു ടെറസ് ഫാമിംഗ് ചെയ്യാൻ പറ്റുന്ന മെത്തേഡാണ് കേട്ടോ. നിങ്ങളുടെ വീട്ടിലെ ടെറസിലൊക്കെ ചെയ്യാവുന്നതാണിത്. അല്ല, ഇപ്പോഴത്തെ യുവതലമുറ ഈ ബിസിനസ് സ്റ്റാർട്ടപ്പ് ഒക്കെ ചെയ്യുന്നതല്ലേ? അതുകൊണ്ട് ഈ കൃഷി സംബന്ധിച്ചുള്ള സ്റ്റാർട്ടപ്പും നിനക്കും തുടങ്ങിക്കൂടെ? ഇപ്പൊ ഞാൻ കാണിച്ച മോഡല് നിങ്ങൾക്ക് എല്ലാവർക്കും തുടങ്ങാവുന്നതേ ഉള്ളൂ. അത്ര എളുപ്പമാ. അപ്പോൾ എല്ലാ പ്രശ്നങ്ങൾക്കും ഒരു പരിഹാരം ഉണ്ട് അല്ലേ മാഷേ? അതെ. പിന്നെ നിങ്ങൾ ചിലപ്പോൾ ഇത് വിചാരിച്ചിട്ടുണ്ടാവും, ഈ ഹൈഡ്രോപോണിക്സ് എയറോപോണിക്സ് എന്നൊക്കെ ഒരു വലിയ പേരല്ലേ, ഇതിനൊക്കെ ഭയങ്കര ചെലവാവൂലേ എന്ന്. അതേടോ, ഇന്നത്തെ കാലത്ത് ആരെങ്കിലും ചിലരുടെ കയ്യില് 10 പൈസ എടുക്കാൻ ഉണ്ടാവില്ല. അപ്പൊ എന്ത് ചെയ്യുന്ന? അങ്ങനെ ഒന്നും ഇല്ല ചാക്യാരെ, ഇതിന് ചെലവ് പറഞ്ഞ പരിപാടിയാന്നേ. പിന്നെ ഇതിനായിട്ട് സബ്സിഡി ലോണൊക്കെ കിട്ടുന്നതാ. ഇതൊക്കെ കുട്ടികള് ബാങ്കിൽ നിന്നും കൃഷിഭവനിൽ നിന്നൊക്കെ അന്വേഷിച്ച് കൊണ്ട് തന്നത് എന്റെ കൈ തന്നതാണ്. നല്ല കാര്യമായിരിക്കണം. അപ്പൊ ഒരു പ്രതീക്ഷയ്ക്ക് എന്തായാലും ഭാഗ്യമുണ്ട്. പിന്നല്ലാതെ. അപ്പൊ താൻ പറഞ്ഞ ഈ കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് പരീക്ഷ നോക്കാം. അത് വേണ്ടേ? വേണം. കാരണം എന്താ, അത് ആവശ്യ. നമ്മുടെ ഈ ഫോണിൽ തോണ്ടി കളിക്കണം ഈ കുട്ടികൾക്ക് മാത്രല്ല ഇന്നത്തെ സമൂഹത്തിനും അല്ലേടോ? അതെ. നമുക്കിതെല്ലാം നടത്താനായിട്ട് എല്ലാവർക്കും ഒരുമിച്ച് കൈകോർക്കാം. മാത്രല്ല എല്ലാരും നടത്തണം, എല്ലാം ചെയ്യണം, ആരും മടി പാടില്ല അല്ലേ? അപ്പൊ എല്ലാം ശുഭകരമായിട്ട് നടക്കട്ടെ. താങ്ക് യു ടീം അങ്കമാലി. സമയപരിമിതി മൂലം
ക്വസ്റ്റ്യൻസിൻ്റെ എണ്ണം ചുരുക്കുകയാണ്. വളരെ കുറച്ച് ക്വസ്റ്റ്യൻസ് മാത്രം വളരെ പെട്ടെന്ന് ചോദിക്കാവുന്നതാണ്. നിങ്ങൾ ഈ ഒരു പ്രൊജക്റ്റിലൂടെ പുതുതായിട്ട് എന്താണ് കണ്ടുപിടിച്ചിരിക്കുന്നത്? ഇപ്പൊ കൃഷിയൊക്കെ കുറവാണ് സത്യം പറഞ്ഞ കേരളത്തില്. പണ്ടുണ്ടായ അത്ര ഒന്നും ഇല്ലല്ലോ. അപ്പൊ ഞങ്ങൾ കണ്ടുപിടിച്ചെന്ന് വെച്ചാൽ ഇങ്ങനെ ഒരു മെത്തേഡ് ഉപയോഗിച്ച് നൂതന രീതികളൊക്കെ ഉപയോഗിച്ച് ഇതുപോലെ ഒരു ടെറസിൽ ഒരു ചെറിയ സെറ്റപ്പ് ചെയ്തിട്ട് എല്ലാവർക്കും ഇതൊക്കെ കൃഷി തുടങ്ങാവുന്ന രീതിയിൽ ഒരായിട്ട് ഞങ്ങൾ കണ്ടുപിടിച്ചു. അതാണ് ഞങ്ങൾ ഇവിടെ മോഡലായിട്ട് കാണിച്ചു തരുന്നത്. അല്ല, ഇത് പക്ഷെ ഓൾറെഡി എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള കുറെ കൃഷിയുടെ വേസ് അല്ലേ? അതെ, ഇതെല്ലാം കൂടി കൂട്ടിച്ചേർത്ത് ഒരു ടെറസിൽ ചെയ്യാൻ പറ്റിയ രീതിയിലാക്കുന്നത് ഞങ്ങൾ കണ്ടുപിടിച്ചത്. ഓക്കെ. സ്ഥലപരിമിതി ഉള്ളവർക്ക് കൂടി ചെയ്യാൻ വേണ്ടിയിട്ടാണ് അതൊക്കെ പറഞ്ഞത്. അതെ, നിങ്ങൾ തുള്ളി നന എന്ന് പറഞ്ഞില്ലേ, അത് ഉദ്ദേശിക്കുന്നത് കൃത്യത കൃഷിയാണോ? തുള്ളി നന എന്ന് പറഞ്ഞില്ലേ, പുതിയ കൃഷി രീതി. ഒന്ന് പറയുന്ന ആളൊന്ന് എഴുന്നേറ്റിക്കാവോ? തുള്ളി നന എന്ന് പറഞ്ഞില്ലേ, പുതിയ കൃഷി രീതികൾ തുള്ളി നന എന്ന് പറഞ്ഞില്ലേ, അതെന്താ ഉദ്ദേശിക്കുന്നത്? പ്രിസിഷൻ ഫാമിംഗ് ആണോ? അതല്ല, ഞങ്ങൾ ഉദ്ദേശിച്ചത് എന്താന്ന് വെച്ചാല് ഈ മണ്ണില് ഈർപ്പം, ഇപ്പൊ കാലാവസ്ഥ പറഞ്ഞല്ലോ, മഴ വരുമ്പോ വെയിലും വെയിൽ വരുമ്പോ മഴയാണല്ലോ. അപ്പൊ വരൾച്ച വരുന്ന സമയങ്ങളില് മണ്ണിനൊരു ഈർപ്പം നിലനിർത്താൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഈ ഒരു മെത്തേഡ് പറഞ്ഞു കൊടുത്തിരിക്കുന്നത്. തുള്ളി നനയാകുമ്പോ നമ്മൾ എപ്പോഴും പോയി വെള്ളം ഒഴിച്ചു കൊടുക്കണ്ട. ഇതിനാവശ്യമായ രീതിയിൽ തുള്ളിയായിട്ട് ഇങ്ങനെ വെള്ളം എപ്പോഴും കിട്ടിക്കൊണ്ടിരിക്കും. അതിന് പുതിയ കൃഷി രീതിയാണോ അത്? അത് അതിലുള്ള ഒരു കൃഷി രീതിയാണ് ശരിക്കും പറഞ്ഞ. ഇപ്പോൾ അത് കൂടുതലായിട്ട് ഉപയോഗിക്കുന്ന സ്ഥലങ്ങളും ഉണ്ട്. അതൊക്കെ അതിനായിട്ട് ഒരു വെർട്ടിക്കൽ ഫാമിംഗ് എന്ന് പറഞ്ഞ സംഭവം ഉണ്ട്. ഒരു ചെരിഞ്ഞ ഫ്രെയിമിൽ ഒരു തട്ടായിട്ട് കൃഷി ചെയ്യാൻ പറ്റും. ഇത് സ്ഥലം കുറഞ്ഞ, അത് പ്രത്യേകിച്ച് ഫ്ലാറ്റിൽ താമസിക്കുന്ന ആൾക്കാർക്ക് ചെയ്യാൻ പറ്റിയ ഒരു കൃഷി രീതിയാണ് വെർട്ടിക്കൽ ഫാമിംഗ്. സാധാരണ ഇതൊക്കെ വെർട്ടിക്കൽ ഫാമിംഗ് ചെയ്യുമ്പോൾ ഒരു വെയിലുള്ള ഭാഗത്ത് ചെയ്യുന്നതായിരിക്കും നല്ലത്. അതിനിപ്പോ ഉള്ള രീതി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ലൈറ്റും കാര്യങ്ങളൊക്കെ അതിന് വെക്കാൻ പറ്റുമല്ലോ. പിന്നെ വിചാരിച്ച പോലെ അതിന് ചെലവുകളുള്ള കാര്യങ്ങളൊന്നും അല്ല. തുള്ളി നന എന്ന് പറയുന്ന ഒരു കൃഷി രീതി പുതിയതില്ല. പ്രിസിഷൻ ഫാമിംഗ് എന്ന് പറയുന്ന ഹൈടെക് മെത്തേഡ് ഉണ്ട്. ഹലോ, ഇവിടെ ഒരു മക്കളെ, നിങ്ങൾ എന്ത് കൃഷിയാണ് നിങ്ങൾ ചെയ്തത്? നിങ്ങളത് ചെയ്തപ്പോൾ ഉണ്ടായ ഒരു എക്സ്പീരിയൻസ് എന്താണെന്ന് പറയാമോ? നിങ്ങൾ പുതുതായിട്ട് പറഞ്ഞതുപോലെ ഇതെല്ലാം നമ്മുടെ പുസ്തകത്തിലുള്ളതാണല്ലോ. ഈ പറയുന്ന ഈ വിവരണം എല്ലാം പുസ്തകത്തിലുണ്ട്. കൂടാതെ IoT ഉണ്ട്. പിന്നെ ഈ കർഷകർ പഴയ രീതിയിൽ ഇങ്ങനെ മോശം വസ്ത്രം ധരിച്ച് നടക്കണമെന്നൊന്നുമില്ല. ഇപ്പൊ IT എന്നൊക്കെയുള്ള ഒരുപാട് ആളുകൾ കൃഷി ചെയ്യുന്നുണ്ട്. അപ്പൊ അവർക്ക് ഇഷ്ടമുള്ള വസ്ത്രമൊക്കെ ധരിച്ചിട്ടാണ് നടക്കുന്നത്. അപ്പൊ അതുകൊണ്ട് അങ്ങനെയുള്ള പ്രശ്നമൊന്നുമില്ല. അപ്പൊ പുസ്തകത്തിലുള്ള ഈ കാര്യങ്ങൾ പറഞ്ഞപ്പോൾ ഗവേഷണത്തിന്റെ ഭാഗമായിട്ട് നിങ്ങൾ എന്തെങ്കിലും കൃഷി ചെയ്തോ? അത് ചെയ്തപ്പോൾ നിങ്ങൾക്ക് ഉണ്ടായ ഒരു എക്സ്പീരിയൻസ് എന്താണെന്ന് പറയാമോ? ഞങ്ങളുടെ സ്കൂളിൽ ഈ സ്പ്രിംഗ്ലർ സിസ്റ്റം എന്ന് പറഞ്ഞ ഒരു സിസ്റ്റം അപ്ലൈ ചെയ്തിട്ടുണ്ട്. മാത്രമല്ല ഞങ്ങളുടെ സ്കൂളില് മഞ്ഞള്, അതുപോലെ തന്നെ കപ്പ, അത്യാവശ്യം ഞങ്ങളുടെ അടുക്കളയിലേക്ക് വേണ്ട ചെറിയ ചെറിയ രീതിയിലുള്ള പച്ചക്കറികളൊക്കെ ഞങ്ങൾ സ്വന്തമായിട്ട് ഉത്പാദിപ്പിക്കുകയും ചെയ്തു. ഭാഗമായി നിങ്ങൾ എന്തെങ്കിലും ചെയ്തോന്നാണ് അറിയേണ്ടത്. സ്പ്രിംഗ്ലർ സിസ്റ്റം മാത്രം സ്കൂളിൽ വെച്ചിട്ടുള്ളൂ. ബാക്കി വരുന്ന കാര്യങ്ങളൊക്കെ ഞങ്ങൾ വരുന്നതേ ഉള്ളൂ. അപ്പൊ ഒരുപാട് കൃഷി കാര്യങ്ങൾ ഞങ്ങൾ ഇതിന് ശേഷം ചെയ്തു തുടങ്ങിയിട്ടുണ്ട് സ്കൂളിൽ. ജഡ്ജസ് പ്ലീസ് ടേക്ക്. നിങ്ങൾ സമയം കുറച്ച് കൂടുതലെടുത്തു, ശ്രദ്ധിച്ച്. അപ്പോൾ ഒന്ന് പ്രാക്ടീസ് ചെയ്യേണ്ടതായിരുന്നു. സമയം കുറച്ച് കൂടുതലെടുത്തു എന്ന് ഓർമ്മിപ്പിക്കുകയാണ്. പിന്നെ ഈ ഹൈഡ്രോപോണിക്സ്, എയറോപോണിക്സിനൊക്കെ ഇലക്ട്രിസിറ്റി വേണ്ടേ? അപ്പോൾ ചിലവ് കൂടുതലല്ലേ? കറണ്ട് വേണ്ടേ? അതിനൊക്കെ വെള്ളം പമ്പ് ചെയ്തുകൊണ്ടൊക്കെ ഇരിക്കണ്ടേ ഇതിന് വേണ്ടിയിട്ട്? അപ്പോൾ അത് നിങ്ങൾ അതിൻ്റെ സാമ്പത്തിക ചെലവ് കണക്കാക്കി നോക്കിയിട്ടുണ്ടോ? ഇതിന് ലോണും സബ്സിഡിയൊക്കെ ശരിക്കും ലഭിക്കുന്നതാണ്. മുഴുവനായിട്ട് ഞങ്ങൾ ഇത് അന്വേഷിച്ചെടുത്തിട്ടില്ല. ഈ
യുവതലമുറയെ കൃഷിയിലേക്ക് ആകർഷിക്കാൻ ഈ നൂതന സംവിധാനങ്ങൾ പരിചയപ്പെടുത്തുക, അല്ലെങ്കിൽ ടെക്നോളജിയുടെ യൂസ്. അതിനപ്പുറം നിങ്ങളൊരു കാര്യം മെൻഷൻ ചെയ്തിരുന്നു, അത് ജസ്റ്റ് മെൻഷൻ ചെയ്ത് പോയതേ ഉള്ളൂ. എന്താണെന്ന് നിങ്ങൾക്ക് ഓർത്തെടുക്കാൻ സാധിക്കുന്നുണ്ടോ? യുവതലമുറയെ കൃഷിയിലേക്ക് ആകർഷിക്കാനായിട്ട് ഈ നൂതന സംവിധാനങ്ങളും പല കൃഷി രീതികൾ, ടെക്നോളജിയുടെ യൂസ് എന്നത് കൂടാതെ വേറൊരു വളരെ അഭിവാജ്യമായ ഒരു ഘടകമുണ്ട്, ഒരു വെരി ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ ഉണ്ട്. എന്തുവാണ് ഉദ്ദേശിച്ചത്? ശരിക്കും അങ്ങോട്ട് വ്യക്തമായിട്ടില്ല. ഓക്കെ, അതായത് ഓൺട്രപ്രണോറിയൽ മൈൻഡ് സെറ്റ് അല്ലെങ്കിൽ സംരംഭകത്വ മനോഭാവം അല്ലേ? നിങ്ങൾ പറഞ്ഞില്ല സ്റ്റാർട്ടപ്പുകളെ കുറിച്ച് നിങ്ങൾ തന്നെ മെൻഷൻ ചെയ്തിരുന്നു. കാരണം പുതിയ തലമുറ പല രീതിയിലാണ് സ്റ്റാർട്ടപ്പുകൾ തുടങ്ങിയിരിക്കുന്നത്, പല രീതിയിലാണല്ലോ. അപ്പോൾ എന്തുകൊണ്ട് കൃഷിയിലേക്കൊരു സ്റ്റാർട്ടപ്പ് വെച്ചുകൂടാ എന്നുള്ളൊരു കാര്യം കൂടി ഞങ്ങൾ ഇതിലിട്ട് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതെ, കുറച്ചായിട്ടൊന്ന് കൃഷി ചെയ്ത് തുടങ്ങിയാൽ നമുക്കിങ്ങനെ അയൽ സംസ്ഥാനത്തു നിന്നൊന്നും ഇങ്ങനെ സാധനങ്ങൾ വരുത്തേണ്ട ആവശ്യം വരില്ലല്ലോ. പണ്ടത്തെ പോലെ കേരളത്തിൽ ഇപ്പൊ കൃഷി കുറഞ്ഞതുകൊണ്ടാണ് ഞങ്ങൾ ഈ വിഷയത്തിൽ പേര് പിടിച്ചിരിക്കുന്നത്. അപ്പൊ ഇതിങ്ങനെ വീട്ടിൽ ഓരോരുത്തരും കുറച്ച് കൃഷി തുടങ്ങിയാണ് നമുക്ക് സ്വന്തം ആവശ്യത്തിനായിട്ട് അവിടെ കൃഷി ചെയ്യാൻ പറ്റൂലേ? നിങ്ങളുടെ ഗവേഷണത്തിന്റെ ഭാഗമായിട്ട് അങ്ങനെയുള്ള ഏതെങ്കിലും അഗ്രി സ്റ്റാർട്ടപ്പ് അങ്ങനെയുള്ളവരെ മീറ്റ് ചെയ്തിരുന്നോ? ഞങ്ങൾ സ്കൂളിൽ ഇങ്ങനെ ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. ഇപ്പൊ ചെറിയ അടുക്കളത്തോട്ടം വാങ്ങിയിട്ട് വിത്തുകളുണ്ട്, പിന്നെ ഓരോ കുട്ടികൾ വിത്ത് കൊണ്ടു തന്നിട്ടുണ്ട്. പിന്നെ ഞങ്ങളുടെ സ്കൂളിൽ തന്നെ 2 കുട്ടി കർഷകരുണ്ട്, അവരും പിന്നെ അവരുടെ നിന്നും ഇൻസ്പയർഡ് കുറെ പേരും ഇതിനകത്തുണ്ട്. ഞങ്ങൾ സ്കൂളിൽ അപ്പൊ ഇതിങ്ങനെ ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. സ്കൂളിലെ ഭൂരിഭാഗം കുട്ടികളുടെ ഒരു മൈൻഡ് സെറ്റിൽ ഉണ്ടാകുന്ന ഒരു കൃഷി എന്ന് പറയുമ്പോൾ ഒരു മൈൻഡ് സെറ്റിന് അവരെങ്ങനെയാണ് ചിന്തിച്ച് അതിൽ നിന്നും മറ്റൊരു രീതിയിലായിട്ട്, അതായത് അതൊരു നല്ലൊരു ഗുഡ് ഫാക്ടർ ആണെന്ന് മനസ്സിലാക്കിക്കൊണ്ടുള്ള രീതിയിൽ ഞങ്ങൾക്ക് പരമാവധി അവർക്ക് ക്ലാസ്സുകളും അതുപോലെ തന്നെ അസംബ്ലിയിൽ ഇതിനെപ്പറ്റിയൊരു ബോധവൽക്കരണം കൊടുക്കുകയും ഇതിലൂടെ ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ഫസ്റ്റ് ഇതിനെ പറ്റി നമ്മൾ പറഞ്ഞ സമയത്ത് കൃഷി ആരെങ്കിലും ചെയ്യുമോ എന്ന് ചോദിച്ചു കഴിയുമ്പോഴും ഒക്കെ പരമാവധി കൈകൾ പൊന്നിയത് വെറും 5ഓ 4ഓ മാത്രമായിരുന്നു. 5ന് താഴെയാണ് കൂടുതലും വന്നത്. പിന്നെ ഞങ്ങൾ ഇതിനെപ്പറ്റി കൂടുതൽ അവർക്ക് ഒരു അവയർനെസ് കൊടുത്തു കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് അവരിൽ കൂടുതൽ മാറ്റങ്ങൾ ഞങ്ങൾക്ക് വരുത്താനായിട്ട് പറ്റിയിട്ടുണ്ട്. അത് ഞങ്ങൾക്കൊരു വെരി പ്ലസ് പോയിന്റ് ആയിട്ട് ഞങ്ങൾക്ക് വളരെ സന്തോഷം. കൃഷി ഒരു തൊഴിൽ മേഖല മാത്രമല്ല, ഒരു നവീകരണ മേഖലയായി വളരട്ടെ. നിങ്ങളെ പോലുള്ള കുട്ടികളുടെ പ്രയത്നങ്ങൾ അതിന് പ്രചോദനമാവട്ടെ. ഓൾ ദി ബെസ്റ്റ്. വളരെ നന്നായി പ്രസന്റ്. താങ്ക് യു. ഇത്രയും നേരം നല്ല പ്രസന്റേഷൻ അവതരിപ്പിച്ച, നമ്മളെ തമാശയൊക്കെ പറഞ്ഞ് ചിരിപ്പിച്ച ചാക്യാർക്ക് ഒരു നല്ല കൈയടി കൊടുക്കണ്ടേ? താങ്ക് യു ഓൾ. എല്ലാവർക്കും സഹകരിച്ചതിന് എല്ലാവർക്കും താങ്ക് യു. താങ്ക് യു ടീം.